കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സാർ ഇപ്പൊ തന്നെ ലേറ്റാ. സാർ പോകുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്ന കാര്യം ഞാൻ വിചാരിച്ച നടക്കും. പക്ഷേ സാറിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോ അത് നടക്കില്ല. ഏതിനും സാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. മാഡം അത് കഴിഞ്ഞ് കാശുമായിട്ട് പോയാ മതി. അപ്പോഴേക്കും ഞാൻ പണം റെഡിയാക്കാം. പക്ഷേ അയാളുടെ ആദ്യത്തെ ഈ ഡിമാൻഡില് പ്രശ്നം തീരുമെന്ന് മാഡത്തിന് വിശ്വാസമുണ്ടോ? ഇതൊരു തുടക്കം മാത്രമാണെന്നാ എന്റെ ഒരു കണക്കുകൂട്ടല്. മാഡം ആലോചിക്കും. നമസ്കാരം സാർ. ശ്രീലക്ഷ്മി അച്ഛനെ പോന്നു. എന്താ ചോദിച്ചു? ഇപ്പൊ വന്നോളൂ സാർ. മോളെ ഒന്ന് കാണണമായിരുന്നു. ശ്രീലക്ഷ്മി വന്നോന്നറിയില്ല. അവിടെ ചോദിച്ചാൽ മതി. ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാ. 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു യാത്രയുണ്ട്. ഓ, പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയെ കാണാൻ. ഇത് അവളെ ഒന്ന് ഏൽപ്പിക്കാൻ വന്നതാ. നാളെ വീട്ടിൽ വന്നപ്പോ അവളത് അവിടെ വെച്ച് മറന്നുപോയതാ. സാറൊന്ന്. ഞാനത് ശ്രീലക്ഷ്മി ഏൽപ്പിച്ചേക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അത്യാവശ്യമായിട്ട് പോണായിരുന്നു, അതുകൊണ്ടാ. 1-2 ദിവസം സാറ് വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് മോള് പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇനി എന്നാ ലേറ്റ് ആവും. ഞാൻ പോയിട്ട് വരാം. ശരി സാർ. മോളെ, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ടോ? മാഡം ക്യാബിനിലുണ്ടല്ലോ. ഓ ശരി. മോളെ. അച്ഛനോ? അച്ഛൻ എപ്പോ വന്നു? എന്താ എന്നെ വിളിക്കുക പോലും ചെയ്യാത്തെ? അച്ഛനിപ്പോ വന്നേ ഉള്ളൂ മോളെ. നീ വന്നു കാണാൻ വഴിയില്ലെന്ന് രവി സാർ ഇപ്പൊ പറഞ്ഞു. ആഹാ, സാറിനെ കണ്ടായിരുന്നോ? സാറിന്ന് നേരത്തെ ഇറങ്ങി. അച്ഛൻ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാണോ അതോ? നീ അന്ന് പത്മിനിയുടെ വീട്ടിൽ വന്നതിന്റെ അന്ന് നിന്റെ ബാഗിലേക്ക് സാരി വെക്കാൻ നേരം അതിന്റെ ഉള്ളിൽ ഒരു ബോക്സ് ഇരുന്നില്ലേ? അത് മാറ്റിയിട്ടാ സാരി വെച്ചത്. പിന്നീട് നിന്റെ കയ്യിൽ തന്നു വിടാനും മറന്നു. അന്നേരം മോള് വന്നപ്പോ എടുത്തു തരാൻ അമ്മയും മറന്നു. അച്ഛൻ അത് കൊണ്ടുവന്നതാ. എന്നിട്ട് എവിടെ? നീ വന്നു കാണില്ലെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ഞാനിത് രവി സാറിനെ ഏൽപ്പിച്ചു. സാറെന്തോ അത്യാവശ്യ മീറ്റിങ്ങിന് പുറത്തു പോകാൻ നിന്നപ്പോഴാ ഞാൻ കണ്ടത്. നമസ്കാരം. അങ്കിൾ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മാഡം. മാഡത്തിന് സുഖല്ലേ? സുഖാണ് അങ്കിൾ. അല്ല, അങ്കിൾ എന്താ ഓഫീസിലേക്ക് വന്നത്? അങ്കിള് വരുന്ന കാര്യം മാഡം പറഞ്ഞിരുന്നില്ല. അച്ഛൻ വളയും കൊണ്ട് വന്നതാ. ആഹാ, അത് കിട്ടിയോ? അത് നഷ്ടപ്പെട്ടെന്ന് കരുതി വിഷമത്തിലായിരുന്നു ശ്രീലക്ഷ്മി മാഡം. മാഡം, അച്ഛനത് കൊണ്ടുവന്ന് രവി സാറിനെ ഏൽപ്പിച്ചെന്ന്. അത് നമുക്ക് എന്തേലും ചെയ്യാം. അതാ മാഡം പറഞ്ഞത്, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരണം. ആളിനെ വ്യക്തമായിട്ട് അറിയുകയും വേണം. കുഴപ്പമൊന്നുമില്ല മാഡം, എല്ലാം ശരിയാക്കാം. അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്.
അച്ഛൻ ഇവിടെ കാണുമോ അതോ? ഇല്ല മോളെ, അച്ഛൻ ഇറങ്ങും. ആ, എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ആഹാ. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെവിടെ പോയതാ? ഏയ്, എന്ത് പ്രശ്നം? ഒന്നുമില്ല. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരാളെ കാണണം. ഭാവിയില് ഒരുപാട് ഉപകാരപ്പെടാവുന്ന ഒരാളാ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ടുവന്നു. അത് കൊടുക്കാൻ പോയതാ. ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. ഹലോ. ഹലോ ശ്രീലക്ഷ്മി, പണം കാറിന്റെ ബോണറ്റ് വെച്ചിട്ട് ഡിക്കിയുടെ ഭാഗത്തേക്ക് മാറി വിപരീതമായി നിൽക്കണം. ഞാൻ ആരാണെന്നും എന്താണെന്നും ശ്രീലക്ഷ്മി ഒരിക്കലും അറിയരുതാ. ശരി. ഒരു കാറ് മുമ്പിൽ കിടപ്പുണ്ടോ? ഉണ്ട് ചേട്ടാ. എങ്കിലേ നീ എന്നെ അതിന്റെ ബോണറ്റിന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. ശരി.
ആ വിഷ്വൽ കണ്ടിട്ട് ഇനി ത്രിവിക്രമന്റെ പുറകെ പോകണ്ട. അവിടെ ഇരുന്ന പണം വേറെ ഒരിടത്ത് കൊണ്ടുവയ്ക്കുന്ന ജോലി മാത്രമേ അയാൾക്കുള്ളൂ. ആ ബാഗിൽ പണമാണെന്നോ ആ പണം ആരുടേതാണെന്നോ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നോ അയാൾക്കറിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ശ്രീലക്ഷ്മി അധിബുദ്ധിയൊന്നും കാണിക്കാൻ ശ്രമിക്കില്ല എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാണിക്കരുത്. വീഡിയോ പേടിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് ആപത്തുണ്ടാകുന്ന രീതിയിൽ ഒന്നും സംഭവിക്കില്ല. ആ ചേട്ടാ ഇറങ്ങ. ഇതാണോ ഞാൻ പറഞ്ഞ സ്ഥലം? അതെ ഇതാ. അവിടെ ഒരു ഒറ്റമരം നിപ്പുണ്ടോ? ഉണ്ടല്ലോ. ആ എങ്കിൽ നീ എന്നെ അവിടം വരെ പിടിച്ചോണ്ടൊന്ന് ആക്ക. വരും. മരച്ചുവടെത്തിയോ? എത്തി ചേട്ടാ, ഇതാ സ്ഥലം. ഇനി നമുക്ക് തിരികെ പോവാം. കേറിക്കോ ചേട്ടാ. ഓട്ടോയുടെ ബാക്ക് സീറ്റിൽ ഒരു പൊതിയുണ്ടോ എന്ന് നോക്കിക്കേ. നോക്കട്ടെ. ഉണ്ട് ചേട്ടാ. ഇതെങ്ങനെ ഇവിടെ വന്നു? അതൊക്കെ പറയാം, താൻ അതൊന്ന് നോക്കിയേ. ചേട്ടാ ഇത് പൈസയാണ് ചേട്ടാ. ഇത്രയും നേരം ചെയ്ത ജോലിയുടെ കൂലിയാടാ അത്. നീ വണ്ടി എടുക്ക്. ഇത് പിടിക്ക്. കേറ് ചേട്ടാ, പതുക്കെ. അപ്പൊ കൺമണിയായ നമ്മളും രാഗസുതയും ഒന്നിക്കുന്നു. പൈസയ്ക്ക് വേണ്ടി സ്നേഹത്തിലൂടെ രവിവർമ്മനെ ചതിച്ച് ഞാൻ രാഗസുതയ്ക്ക് കാഴ്ചവെക്കുന്നു. പകയിലൂടെ രവിവർമ്മനെ പൂട്ടുന്ന കർമ്മം രാഗസുത നിറവേറ്റുന്നു. ഈ ഫയലില് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ പ്രിന്റ് ചെയ്യണം, അവിടെ കൊടുക്കുകയും വേണം. ശരി. നീ എന്താ പെട്ടെന്ന് പോകുന്നത്? മീറ്റിംഗ് എത്ര വേഗം കഴിഞ്ഞു? നേരത്തെ വരേണ്ടി വന്നു. നീ ഒന്ന് ക്യാബിൻ വരെ വന്ന് സാൻഡ്ര കൂടെ വിളിച്ചോ.
രാജാറാമിനെയും സാൻഡ്രയും ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ ശ്രീലക്ഷ്മിയെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കൺമണിയായിരുന്ന അവൾ ശ്രീലക്ഷ്മിയായിട്ട് ഈ നാട്ടിലേക്ക് വരുന്നതും ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും. ആ കരാർ പ്രകാരം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഞാനും കൺമണിയുമായി ഉണ്ടാക്കിയ കരാർ ഞാനിന്ന് റദ്ദ് ചെയ്യാം. നാളെ കൺമണിയെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പോവുകയാണ്. നാളെ അവൾക്ക് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കണോ? സർ, ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കണോ? സമാധാനപരമായി ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം താളം തെറ്റിയെന്നിരിക്കും. എല്ലാവരുടെയും സമാധാന തകർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മൾ സേഫ് സോണിലാണ്. ശ്രീലക്ഷ്മി മാഡമായിട്ട് കൺമണി തികച്ചും മാറിക്കഴിഞ്ഞു. അതെ രവി, തിരികെ പോകുന്ന കാര്യം ഇതുവരെ ശ്രീലക്ഷ്മി ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കൊണ്ടും നമ്മളുമായി, പ്രത്യേകിച്ച് നീയുമായി നല്ല ടേംസ് നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനം ഉടൻ എടുക്കുന്നത് നല്ലതിനാവില്ല രവി. എടുത്തുചാടി ഒരു തീരുമാനം എടുത്തതുകൊണ്ട് എത്ര പേരോട് സമാധാനം പറയേണ്ടി വരും നമ്മള്? എന്ത് പറഞ്ഞ എല്ലാവരുടെയും വായടപ്പിക്കും. രാജാറാം, ഞാൻ നിന്നെയും സാൻഡ്രയും വിളിച്ചു വരുത്തി ഇക്കാര്യം പറഞ്ഞത് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത വിവരം നിങ്ങൾ രണ്ടാളും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി മാത്രമാണ്. ഞാനെടുത്ത തീരുമാനത്തെ നിങ്ങൾ രണ്ടാളും ചോദ്യം ചെയ്യേണ്ട. അഭിപ്രായവും ഞാൻ ചോദിച്ചിട്ടില്ല. കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി എന്നായാലും പോകേണ്ടവളാണ്. അത് നാളെ ആയാലും വർഷങ്ങൾ കഴിഞ്ഞായാലും അങ്ങനെ തന്നെയാണ്. അന്ന് അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ കുറച്ച് മുന്നേ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ തന്നെ ആലോചിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് എന്തിനും ഞാൻ പ്രിപ്പയറാണ്. ഇനിയും ഞാൻ അവളെ ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിച്ച് സ്നേഹിച്ചാൽ അവളായിട്ട് പോകണം എന്നൊരു തീരുമാനം ഓർക്കാപ്പുറത്തെടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അവളിപ്പോ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല സർ. സാൻഡ്ര, പ്ലീസ്. ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. അത് മനസ്സിലായെങ്കിൽ രണ്ടുപേർക്കും പോവാം.